ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചില്ലി ബീഫാണ്. ചില്ലി ബീഫ് അത് റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ്. ഒറിജിനൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റും ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എൻ്റെ അഭിപ്രായം പറയണം. പിന്നെ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാനിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ എഴുതിയെടുക്കാം. അതിനുശേഷം മേടിക്കാം നിങ്ങൾക്ക്. പിന്നെ ബീഫ് ഇതിനകത്ത് കുക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ബീഫ് കുക്ക് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറയുന്ന ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. ആ സെയിം രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുത്തേക്കുന്ന ബീഫാണ്. കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തൊരു ബീഫ്, ആ പീസാണ് അത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആ വീഡിയോൻ്റെ ലിങ്ക്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്ക്. ഇല്ലെങ്കിൽ തന്നെ ഇത്രേ ഉള്ളൂ. കുക്കറിൽ ഇത്തിരി മഞ്ഞപ്പൊടി, ഇത്തിരി ഉപ്പും ബീഫും കൂടിയിട്ട് കുരുമുളക് കൂടിയിട്ട് വേവിക്കുക. അത് നന്നായിട്ട് വെന്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതാണ് അതിൻ്റെ രീതി. സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി, കേട്ടില്ലേ. അപ്പോൾ അത് വേവിച്ചെടുത്ത ബീഫാണ്. ബീഫ് ഇങ്ങനെ കട്ടി കുറച്ച് അരിഞ്ഞെടുക്കും. കട്ടി കുറയ്ക്കാന്ന് വെച്ചാൽ 1 ഇഞ്ച് വീതി, ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് നീളത്തിലും വളരെ കട്ടി കുറച്ച് വേവിച്ച് ചൂടാറിയതിന് ശേഷമാണ് അരിയാവും. ഇതേപോലെ കട്ടി കുറച്ച്. എന്നാലാണ് നമ്മുടെ ഹോട്ടൽ ടൈപ്പിൽ ചില്ലി ബീഫ് ഉണ്ടാക്കുമ്പോൾ കാണാനൊരു ലുക്കും നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേ പച്ചിറച്ചി വേവിച്ചെടുത്താൽ അത്രയ്ക്കും കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും ഉചിതമായ രീതിയിൽ എടുക്കാൻ പറ്റിയൊരു രീതി, ഉണ്ടല്ലോ. അതരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതുപോലെ വെജിറ്റബിൾസും ഒക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് ഒരു 4 സ്പൂൺ ഓയിൽ, 4-5 സ്പൂൺ ഓയിലായാലും കുഴപ്പമില്ല. ഓയിൽ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. 4-5 സ്പൂൺ ഓയിൽ ഒഴിക്കുക. 4 സ്പൂൺ അല്ലെങ്കിൽ 5 സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി. പിന്നെ ഒരു 4 സ്പൂൺ ജിഞ്ചർ കൊത്തിയരിഞ്ഞത്, അത് പ്രത്യേകിച്ച് ഫ്രഷായിട്ടുള്ള നല്ല ജിഞ്ചർ കൊത്തിയരിഞ്ഞത് 4 സ്പൂൺ. അത് കേരളത്തിൽ കിട്ടുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 4 തന്നെ ഇട്ടാൽ മതി. ഇവിടുത്തെ ആണെങ്കിൽ ഒരു ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല. പിന്നെ ഒരു 4 സ്പൂൺ ഗാർലിക്, അതുപോലെ തന്നെ കൊത്തിയരിഞ്ഞെടുത്ത 4 സ്പൂൺ ഗാർലിക്. 1 കിലോ ബീഫാണ് നമ്മളത് കുക്ക് ചെയ്തെടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ പച്ച ബീഫ് 1 കിലോ കുക്ക് ചെയ്തതാണ്, അല്ലാണ്ട് വെന്ത ബീഫ് 1 കിലോ അല്ല. അതിനുശേഷം നമ്മുടെ ആ ജിഞ്ചറും ഗാർലിക്കും ഒന്ന് നന്നായിട്ട് വാട്ടുന്ന വിധത്തിൽ. പിന്നെ ഒരു 3 വലിയ പച്ചമുളക്, അത് നമ്മുടെ സാധാ പച്ചമുളകാണെങ്കിൽ എരിവ് ഇച്ചിരി കൂടുതലായിരിക്കും. ഇതിന് അത്ര എരിവുള്ളതല്ല, ഇത്തിരി എരിവ് കുറച്ചിട്ടാണ്. എരിവുള്ളതാണെങ്കിലും ഏകദേശം ഒരു 4 പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഒരു വലിയ സവാള, വെള്ള സവാള വലുത് സ്ക്വയറായിട്ട് അരിഞ്ഞ ഒരു വലിയ സവാള, കുറച്ച് വലിയ പീസായിട്ട് അരിഞ്ഞ് സ്ക്വയറായിട്ട് അരിഞ്ഞ ക്യൂബ്സ് പോലെ അരിഞ്ഞത്. പിന്നെ ഒരു തണ്ട് സെല്ലറി, ഒരു വലിയ തണ്ട് സെല്ലറി എടുക്കുക. ഒറ്റ തണ്ട് മതി സെല്ലറി, അതും അരിഞ്ഞതാണ് ആയിട്ടത്. അപ്പോൾ അതിനൊക്കെ ഇത്തിരി ഇതുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ വന്നിട്ട് വാടിയതിന് ശേഷം നമ്മുടെ പെപ്പർ മീൻസ് ക്യാപ്സിക്കം, അത് എല്ലാ കളറും ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ട്. ഓരോ ക്യാപ്സിക്കം എല്ലാ കളറും എടുത്തിട്ടുണ്ട്. ഒരു 3 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത്ര വലുതല്ലായിരുന്നു, ഒരു മീഡിയം ക്യാപ്സിക്കമായിരുന്നു. ഒരു 3 സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിക്കുക. ഡാർക്ക് സോയാ സോസ് ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു കാണാനുള്ളൊരു ഭംഗി, ആ ഒരു ഇതും കിട്ടുള്ളൂ. ഇച്ചിരി ഡാർക്ക് കളറായിരുന്നാലാണ് ഒരു ഭംഗി കിട്ടുന്നത്. പിന്നെ ഒരു 4 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കുക. അതിനുശേഷം 4 സ്പൂൺ അതുപോലെ തന്നെ ചില്ലി സോസ് എന്ന് വെച്ചാൽ ഞാൻ സ്വീറ്റ് ആൻഡ് ചില്ലി സോസാണ് ഒഴിച്ചത്. അപ്പോൾ നമ്മൾ ഷുഗർ ഇടണ്ട, അല്ലെങ്കിൽ നമ്മൾ ഷുഗർ ഇടണം. അതിൻ്റെ പേരാണ് ഞാൻ 4 സ്പൂൺ ഒഴിച്ചത്. സ്വീറ്റ് ആൻഡ് ചില്ലി എന്ന് വെച്ചാൽ അധികം എരിവ് വേണ്ട. ഇവിടെ പിള്ളേർക്കൊന്നും ഓവർ എരിവ് കഴിക്കില്ല. പിന്നെ കുറച്ച് ഉപ്പിടാം. ഉപ്പ് എപ്പോഴും നമ്മൾ സോയാ സോസ് ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ചിടാവും. കുറച്ചിട്ടതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം രണ്ടാമത് ഇടാം. പിന്നെ അതപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ബീഫിൻ്റെ സ്റ്റോക്ക് എടുത്ത് വെച്ചത് വേവിച്ചതിൻ്റെ വെള്ളമാണ്, ആ വെള്ളം തന്നെ ഒഴിക്കുക. ആ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമ്മളൊരു ഇത്തിരി നമ്മളത് ലൂസായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് ആ മുങ്ങത്തക്കൂത്തിൽ ഒഴിക്കാം. എപ്പോഴും അങ്ങനെ അത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം 1 സ്പൂൺ കോൺഫ്ലവർ പൗഡർ വെള്ളത്തിൽ കലക്കി, 1 സ്പൂൺ, അത് ടേബിൾ സ്പൂൺ എടുക്കാം. 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ 1 സ്പൂൺ ചിലപ്പോൾ എടുത്തൊഴിക്കേണ്ടി വരില്ല. അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് ഇളക്കി നോക്കുക. തിക്കാവണില്ലെങ്കിൽ മാത്രം ഒഴിക്കാവൂ. ഒരു മീഡിയം തിക്കായാൽ മതി, ഓവർ തിക്കാവരുത്. തിക്കായി വരുമ്പോൾ തന്നെ നമ്മൾ ബീഫ് ഇടാം. ഇനി ഇതിക്ക് മുമ്പ് ബീഫ് ഇട്ടിട്ട് പിന്നെ കോൺഫ്ലവർ ഒഴിച്ചാലും മതി. ഇത് ശരിക്കും വെന്ത ബീഫായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി അധികം വേവ് കുറഞ്ഞ ബീഫാണെങ്കിൽ ആദ്യമേ
നമ്മൾ ബീഫിട്ട് തിളച്ചതിന് ശേഷം മാത്രം കോൺഫ്ലവർ ഒഴിക്കാവൂ. അല്ലെങ്കിൽ കോൺഫ്ലവർ ഒഴിച്ചിട്ട് ബീഫിടുക, കുഴപ്പമില്ല. അപ്പോൾ പിന്നെ അധികം നേരം തിളയ്ക്കേണ്ട. ഇനിയിപ്പോൾ നോക്കി വെള്ളം പോരായെങ്കിൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിനകത്തോട്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, നമ്മുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചൈനീസുകാരിടുമ്പോൾ കുരുമുളക് പൊടിയൊന്നും ഇടില്ല. നമ്മളുടേതായ ഒരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടി കുരുമുളക് പൊടി, ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിനിടുക, ഉപ്പും അതുപോലെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പിടുക. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ശരിക്കും തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കണ സ്പ്രിംഗ് ഒണിയൻ ഇടുക. അത് ലാസ്റ്റ് ഇടേണ്ട ഒരു സാധനമാണ് സ്പ്രിംഗ് ഒണിയൻ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സ്പ്രിംഗ് ഒണിയൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ശരിക്കുമുള്ള പണി കഴിഞ്ഞു. പിന്നെ ആൾക്കാർ വേണമെങ്കിൽ അജിനോമോട്ടോ ചേർത്ത് കൊടുക്കും. അജിനോമോട്ടോ ചേർക്കുന്നവർക്ക് ചേർത്താൽ മതി. അപ്പോൾ റെസ്റ്റോറൻറ്റ് ടൈപ്പ് ചില്ലി ബീഫിൻ്റെ വർക്ക് കഴിഞ്ഞു. ചില്ലി ബീഫിൻ്റെ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു കേസുള്ളൂ. ആർക്കും ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം ഇത് മര്യാദക്കൊന്ന് കണ്ടാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സ്റ്റൈലുമാണ്. പിന്നെ ഏറ്റവും എളുപ്പം ഉണ്ടാക്കി തീരാവുന്നൊരു സംഭവമാണ്. ബീഫ് വേവിച്ചിട്ട് നമുക്ക് വെച്ചിരുന്ന എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്നും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ തീർത്ത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ള ആൾക്കാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. പിന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അടിയിൽ, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് അത് യൂട്യൂബിനകത്ത് തന്നെ കയറി കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലല്ല, ഇതിനകത്ത് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവരും വീഡിയോ കണ്ടതിന്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇപ്പോൾ ഈ കാണുന്ന പോർഷനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു സ്റ്റിൽ ചെയ്തിട്ടൊരു ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഐറ്റങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക. അതിൻ്റെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഫുൾ ആയിട്ടുള്ള വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം ഐറ്റങ്ങളുടെ എല്ലാത്തിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവരും വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം.